പൊൻപുലരിയിലൊരു പുതു തുടക്കം തുടക്കം ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി ഈ വഴിയെങ്ങും വിടർത്താം വളർത്താം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാൽ എന്തും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിലൊരു പുതു തുടക്കം തുടക്കം നാരീനി മുതലാണിനൊരു നിഴലാവതൊരു കഥയായി നാടിനൊരു നവജീവ സങ്കര ഭീതി ഉണരുകയായി ഇരുളിലുമേതു മറവിലുമാകെ കതിരുകളായി മാറി വരും ഒരു മൂല്യ സംക്രമരാശി വിടരുകയായി അലസത വിടിയാം അമലത കളയാം പുതുതാടാകാശം തരിശുകൾ ഹരിതൻ മനസ്സുകൾ സഫലം തുടരാൻ ഈ യജ്ഞം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാൽ എന്തും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിലൊരു പുതു തുടക്കം തുടക്കം പുതു തുടക്കം. നമസ്കാരം. തനിക്ക് നേരെ വരാത്തിടത്തോളം സമൂഹത്തിലെ അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ നമ്മൾക്ക് പലപ്പോഴും മടിയാണ്. വീടിന് ചുറ്റും വലിയ മതിലുകൾ കെട്ടിയുണ്ടാക്കി ജനലും വാതിലും കൊട്ടിയടച്ച് നമ്മൾ ഇരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇവിടെയാണ് ഒരു കൂട്ടം സ്ത്രീകൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി നാടും നഗരവും താണ്ടി തങ്ങളോടൊപ്പം സഹജീവികളുടെ കൂടി ഉന്നമനത്തിനായി പ്രയത്നിക്കുന്നത്. ഈ കാഴ്ച കേരള സമൂഹം കണ്ണും മനസ്സും തുറന്ന് കാണട്ടെ. ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മനോഹരമായ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് ജില്ലയിലെ നിലമ്പൂർ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് മുപ്പൈനാട്. നീലിമല വ്യൂ പോയിന്റ്, മീൻമുട്ടി വെള്ളച്ചാട്ടം തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളാൽ മനോഹരമായ പ്രദേശം. സ്വാഗതം ചെയ്യാം വയനാട് ജില്ലയിലെ മുപ്പൈനാട് കുടുംബശ്രീ പ്രവർത്തകരെ ദൂരദർശന്റെ വേദിയിലേക്ക്. മൂപ്പൈനാട് CDS മൊത്തം ADS 16, അയൽക്കൂട്ടം 262, BPL അംഗങ്ങൾ 3220, APL അംഗങ്ങൾ 956, SC അംഗങ്ങൾ 427, ST അംഗങ്ങൾ 484. കുടുംബശ്രീയിലൂടെ വികസനത്തിലേക്ക് നടന്നെടുക്കുകയാണ് മുപ്പൈനാട്. മുപ്പൈനാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വനിതാ രത്നങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം. എൻ്റെ പേര് സുബൈദ അഷ്റഫ്. ഞാൻ സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ. എൻ്റെ പേര് സഫിയ സമദ്, ME കൺവീനർ. എൻ്റെ പേര് ഖദീജ ഹുസൈൻ. ഞാൻ മുൻ CDS ചെയർപേഴ്സൺ. എൻ്റെ പേര് ഷീല വേലായുധൻ, ഇപ്പോഴത്തെ CDS ചെയർപേഴ്സൺ. മത്സരാർത്ഥികളെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ജഡ്ജസിനെ പരിചയപ്പെടാം. ലാറി ബക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS, സാമൂഹ്യ പ്രവർത്തകയും സഖി സ്ത്രീ സംഘടനയുടെ സ്ഥാപക ഡയറക്ടറുമായ ശ്രീമതി ഏലിയാമ്മ വിജയൻ, ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനും നാടൻപാട്ട് കലാകാരനുമായ ശ്രീ CJ കുട്ടപ്പൻ. മുപ്പൈനാടിന്റെ കഥകൾ അറിയാൻ ഇനി ചർച്ചയുടെ സമയം. മുപ്പൈനാടിലെ കുടുംബശ്രീയെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്?
എനിക്ക് ജില്ലാ മിഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള പരിശീലനങ്ങളും ബോധവൽക്കരണ ക്ലാസ്സും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാ വാർഡുകളിലും ADSകളെ അടിയന്തരമായിട്ട് യോഗം വിളിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാർഡുകളിലും കുടുംബശ്രീയിൽ ഉൾപ്പെട്ടവരും ഉൾപ്പെടാത്തവരെയും സംഘടിപ്പിച്ച് അടിയന്തര യോഗം വിളിച്ച് ഒഴിവ് ദിവസങ്ങളിൽ അടിയന്തര യോഗം വിളിച്ച് കുടുംബശ്രീനെ കുറിച്ചിട്ട് കുടുംബശ്രീ എന്താണെന്നും കുടുംബശ്രീയുടെ മഹത്വം എന്താണെന്നും കുടുംബശ്രീ ചേർന്നാൽ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുത്തു. അതിനുശേഷമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾ ആരും കുടുംബശ്രീയിലേക്ക് വരാൻ താല്പര്യപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ആരും മുന്നോട്ട് വരാത്തതുകൊണ്ട് ഞാൻ അടിയന്തരമായിട്ട് ഈ എല്ലാ വാർഡുകളും ബോധവൽക്കരണം കൊടുത്തതിന് ശേഷം എല്ലാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളും കുടുംബശ്രീയിലേക്ക് വരികയും 178 അയൽക്കൂട്ടം എന്നുള്ളത് 202 അയൽക്കൂട്ടമായി ഉയർത്തുവാൻ സാധിക്കുകയും ചെയ്തു. മറ്റു പ്രവർത്തനങ്ങളെ അതെ അതെ എന്തൊക്കെയാണ്? നമ്മുടെ ആടുഗ്രാം പദ്ധതി, ക്ഷീരസാഗരം, പിന്നെ ആശ്രയ, പെയിൻ ആൻഡ് പാലിയേറ്റീവ്, NRHM സംരംഭങ്ങൾ, JLG, പിന്നെ മൈക്രോ സംരംഭങ്ങളുണ്ട്. 33 മൈക്രോ സംരംഭമുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ടതാണോ കാണിക്കാൻ പോകുന്ന മഹാത്മാ ഹാൻഡിക്രാഫ്റ്റ്, മുദ്ര ഓഫ്സെറ്റ് പ്രസ്, പിന്നെ ആടുഗ്രാമം. അപ്പൊ നമുക്ക് ആദ്യം മഹാത്മാ ഹാൻഡിക്രാഫ്റ്റ്സ് അത് കാണാം. മുപ്പൈനാടിന്റെ ടൂറിസം മേഖലയിലെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വിപണി കണ്ടെത്തി അതിലൂടെ വരുമാനമാർഗം ഉറപ്പാക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളെ നമുക്ക് പരിചയപ്പെടാം. ദൃശ്യങ്ങളിലേക്ക്. രേഖ, ഉഷ, വത്സല, യശോദ, രമാദേവി എന്നീ 5 വനിതകൾ ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണ് മഹാത്മാ ഹാൻഡിക്രാഫ്റ്റ്സ്. 2012 ആരംഭിച്ച സംരംഭം തോമാട്ടുചാലിൽ സ്ഥിതി ചെയ്യുന്നു. കൽപ്പറ്റയിൽ വെച്ച് നടന്ന ഒരു ക്ലാസ്സിൽ വെച്ച് കരകൗശല വസ്തുനിർമ്മാണത്തിൽ പരിശീലനം നേടിയ രേഖ ബാക്കി 4 വനിതകളെ കൂടി പഠിപ്പിക്കുകയും കുടുംബശ്രീയുടെ സഹായത്തോടെ സംരംഭം ആരംഭിക്കുകയുമായിരുന്നു. പദ്ധതി ആരംഭിക്കുമ്പോൾ അംഗങ്ങൾക്ക് കുടുംബശ്രീ വക സാങ്കേതിക പരിശീലനങ്ങൾ നൽകി. കോഴിക്കോട് വെച്ച് നടന്ന പരിശീലനത്തിലൂടെ അംഗങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി. 2012 50,000 രൂപ ഗുണഭോക്തൃ വിഹിതം സ്വരൂപിച്ചാരംഭിച്ച പദ്ധതിക്ക് 2013 1,10,000 രൂപ ലോൺ ലഭിച്ചു. സബ്സിഡിക്ക് അപേക്ഷിച്ചെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. 37,000 രൂപ ലോൺ തുകയിൽ തിരിച്ചടച്ചു കഴിഞ്ഞു. 300-ൽ പരം ഉൽപ്പന്നങ്ങൾ മഹാത്മാ യൂണിറ്റ് നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നു. 100 തരത്തിലുള്ള ബാഗുകൾ, കീ ചെയിൻ, നിലവിളക്ക്, ഫ്ലവർ വേസ്, ടേബിൾ മാറ്റ്, ചവിട്ടി, ആഭരണങ്ങൾ, ചെരുപ്പിന്റെ സ്ട്രാപ്പ് തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രം. ഇത് വാഴനാര് ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളും നമുക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളും അതേപോലെ മുത്തുകൾ കൊണ്ടുള്ള ആഭരണങ്ങൾ, കളിമണ്ണ് കൊണ്ടുള്ള ആഭരണങ്ങൾ, കൗതുക വസ്തുക്കളുമാണ് നിർമ്മിക്കുന്നത്. ടൂറിസം സ്പോട്ടുകൾ, കുടുംബശ്രീ മേളകൾ, IRDP മേളകൾ, കൃഷിഭവന്റെ മേളകൾ കൂടാതെ സ്വന്തം ഷോപ്പിലും ഇവർ വിപണനം നടത്തുന്നു. നിർമ്മാണവും വിപണനവും കൂടാതെ വനിതകൾക്ക് പരിശീലനം നൽകുന്നതിനും ഇവർ സമയം കണ്ടെത്തുന്നു. കോട്ടത്തറ പഞ്ചായത്തിലെ 30 ST വനിതകൾക്ക് ഇവർ പരിശീലനം നൽകുകയുണ്ടായി. മുപ്പൈനാട്ട് പഞ്ചായത്തിലെ 32 വനിതകൾക്ക് ഇവർ പരിശീലനം നൽകി വരുന്നു. കൂടാതെ അന്യ സംസ്ഥാനങ്ങളിലെ വനിതകൾക്കും ഇവർ പരിശീലനം നൽകുകയുണ്ടായി. ഇപ്പോൾ ലോൺ അടയ്ക്കുന്നതിന് മുൻഗണന കൊടുക്കുന്നതിനാൽ കാര്യമായ വരുമാനം ആയിട്ടില്ല. എങ്കിലും സീസൺ സമയത്ത് 3 പാവപ്പെട്ട വനിതകൾക്ക് കൂടി ജോലി നൽകാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ഏറ്റവും നല്ല സംരംഭകർക്കുള്ള കൃഷിഭവൻ അവാർഡ് മഹാത്മാ കരസ്ഥമാക്കുകയുണ്ടായി. ഗ്രൂപ്പ് ലീഡർ രേഖ ഹൈദരാബാദിൽ വെച്ച് നടന്ന സംരംഭകരുടെ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ഹൈദരാബാദ് സർക്കാർ രേഖയെ മെന്റർ RP ആയി തെരഞ്ഞെടുക്കുകയുമുണ്ടായി. കൗതുക വസ്തുക്കൾ നിർമ്മിച്ചും വിപണനം ചെയ്തും
തങ്ങളുടെ ചെറിയ സ്വപ്നങ്ങൾ സഫലീകരിക്കുകയാണ് രേഖയും കൂട്ടുകാരികളും. ചെയർപേഴ്സൺ, ഇങ്ങനെയൊരു ഹാൻഡിക്രാഫ്റ്റ് കരകൗശലം ഉപയോഗിച്ച് തുടങ്ങാനുള്ള കാരണം എന്താ? നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് ടൂറിസം മേഖലകൾ ഉണ്ടല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് CDS നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ പഞ്ചായത്തിൽ തുടങ്ങാം. ഞാൻ അതിന് വാഴനാര് കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സംരംഭം നമ്മളെ പഞ്ചായത്തിൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്കത് തുടങ്ങാം. നമ്മളെ പഞ്ചായത്തിൽ അങ്ങനെ ഒരു പദ്ധതി നമുക്ക് ആരംഭിക്കാം. എന്റെ എല്ലാ വക സഹായ സഹകരണങ്ങളും രേഖയ്ക്ക് ഉണ്ടാവും. നിന്റെ യൂണിറ്റിൽ പോയി നിങ്ങൾ മീറ്റിംഗ് കൂടിയത് സംസാരിച്ച് നിന്റെ കൂടെ ഒരു 4 അംഗങ്ങളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വേണം പദ്ധതി നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞ് രേഖ അതുപോലെ അവരുടെ യൂണിറ്റ് പോയി സംസാരിച്ച് 2 ആഴ്ച മീറ്റിംഗ് കൂടി. അതിലൊരു തീരുമാനമായില്ല. 3-ാമത്തെ ആഴ്ച മീറ്റിംഗ് കൂടി. അതിൽ ഏകദേശം തീരുമാനമായി. അങ്ങനെ 5 അംഗങ്ങൾ വന്നു. 5 അംഗങ്ങൾ വന്നു. അവര് അപേക്ഷ എഴുതി തന്നു. ഞാനത് കുടുംബശ്രീ ജില്ലാ മിഷനിൽ 2009-10 വർഷം. 5 വർഷമായി. 5 വർഷമായി. വ്യക്തിഗതമാണോ ഗ്രൂപ്പാണോ? ഗ്രൂപ്പ് സംരംഭം. രേഖയൊന്നും പറയൂ. എനിക്ക് കൽപ്പറ്റ വെച്ച് പ്രൈവറ്റായിട്ട് ലഭിച്ച 3 ദിവസത്തെ പരിശീലനത്തിൽ നിന്നാണ് ഞാനിത് പഠിച്ചെടുത്തത്. ശേഷം 4 പേരെ പഠിപ്പിച്ചെടുത്ത് 5 പേർ ചേർന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും CDSൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഒരു 300-ൽ പരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വിവിധ ടൂറിസ്റ്റ് മേഖലകളിലേക്കും അതുപോലെ തന്നെ വരുന്ന ട്രേഡ് ഫെയറിൽ പങ്കെടുക്കുകയും ചെയ്തു. ഞങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ട് ആദ്യമായി കൃഷി വകുപ്പിലാണ് ഞാൻ ട്രെയിനിങ് കൊടുത്തത്. കൃഷി വകുപ്പിൽ ട്രെയിനിങ് കൊടുത്തു. പിന്നെ വിവിധ അയൽക്കൂട്ടങ്ങളിൽ കർഷകർക്ക്. വാഴയായതുകൊണ്ട് കൃഷിയിൽ ഉൾപ്പെട്ട ഉൽപ്പന്നമാണ്. അപ്പം അതിൽ നിന്ന് തട പാഴായി പോകുന്ന ശേഖരിച്ച് അതിൽ നിന്ന് നാരുണ്ടാക്കി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃഷി വകുപ്പിന്റെ കീഴിൽ. കർഷകരാണോ ഈ നാരുണ്ടാക്കി തരുന്നത്? കർഷകർ നാരുണ്ടാക്കി തരുന്നുണ്ട്. രേഖയ്ക്ക് ആവശ്യമുള്ള നാര് മുഴുവൻ ഇങ്ങനെ കർഷകർ അവിടെ തന്നെ കിട്ടുമോ? പ്രദേശത്ത് തന്നെ പുറത്തൊന്നും പോകണ്ട? ഇല്ല, പുറത്തൊന്നും വാങ്ങുന്നില്ല. ഏറ്റവും കൂടുതൽ നാര് കിട്ടുന്നത് നേന്ത്രവാഴയിൽ നിന്നാണ്. 200 നാര്. അതെന്ന് വിചാരിച്ചാൽ കൊലച്ച് വെട്ടിയതിന് ശേഷമുള്ള വാഴയിൽ നിന്ന് മാത്രമേ നാര് ലഭിക്കുന്നുള്ളൂ. ഏറ്റവും ഈട് നിൽക്കുന്ന നാര് എന്ന് പറയുന്നത് പൂവൻവാഴയിൽ നിന്ന്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. എത്ര? 1,10,000. 1,10,000. അത് എത്ര വർഷമായി? 2 വർഷം ആവുന്നേ ഉള്ളൂ. 2 വർഷം ആവുന്നേ ഉള്ളൂ. പക്ഷെ അത് ഇനിയും തീർക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അതിൽ കണ്ടു. എന്താണ് അതിന്റെ കാരണം? എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഈ വർഷം കുറച്ച് പ്രവർത്തനം കുറഞ്ഞു. കാരണം എനിക്ക് മെന്റർ MEC ആയിട്ട് സെലക്ഷൻ ലഭിച്ചത് കൊണ്ട് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനും അതുപോലെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപനം നടക്കില്ല എന്നല്ല സാറേ. പെട്ടെന്ന് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലുള്ള ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു. ഒരു ചേച്ചിക്ക് ഹാർട്ടിന് അസുഖം വന്നു. ഇപ്പോഴും ചേച്ചി കിടപ്പിലാണ്. അപ്പൊ 2 പേർക്ക് വെച്ചിട്ട് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടല്ല, പറയുന്ന അത്രയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്. അല്ലാതെ വിപണി അല്ല, വിപണി കൂടുതൽ പേരെ നിങ്ങൾക്ക് പരിശീലിപ്പിച്ച് അവിടെ നിർത്താൻ പറ്റിയില്ല. 3 പേരെ പുറത്തുനിന്ന് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് പരിശീലനം കിട്ടി? പരിശീലനം കൊടുത്തിട്ടുണ്ട്. അത് ശരി. അപ്പൊ അതിന്റെ ഉൽപ്പന്നങ്ങളാണോ ഇവിടെയൊക്കെ? നിങ്ങളുടെ കരങ്ങളുടെ കൗശലം കൊണ്ട് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ അതൊന്ന് കാണിച്ചോളൂ. എടുത്തിങ്ങനെ കാണിച്ചോളൂ. മതി. അപ്പൊ ഇതൊക്കെ മേളകളിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ അതോ സ്ഥിരമായിട്ട് വിൽക്കാൻ ഒരു സംവിധാനം ഉണ്ട് സാറേ? ടൂറിസ്റ്റ് മേഖലയിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ വർഷം അവർക്ക് അവരൊരു ഓർഡർ തരുകയും ചെയ്യാം. നമുക്ക് 50 ബാഗ് ഇല്ലെങ്കിൽ 100 തൊപ്പി അങ്ങനെ പറയുമ്പോൾ ചെയ്തു കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നു ഈ പ്രാവശ്യം. ഇപ്പം പിന്നെ സെലക്ഷൻ ലഭിച്ചെങ്കിൽ എല്ലാ ട്രെയിനിങ്ങുകളും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് വീണ്ടും ഞങ്ങൾ സജീവമായിട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഈ ചില പ്രശ്നങ്ങൾ ഇടയ്ക്ക് വന്നു, അസുഖം, മരണം, അതൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ലാഭകരമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംരംഭമാണോ ഈ വാഴനാർ? തീർച്ചയായിട്ടും വേണം. കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വടുവഞ്ചാൽ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് മേഖലയാണ്. തൊട്ടടുത്താണ് മീൻമുട്ടി, അതേപോലെ എടക്കൽ ഗുഹ, അവിടെ 2 സ്ഥലങ്ങളിൽ, അതേപോലെ തിരുനെല്ലി ക്ഷേത്രം. അപ്പൊ നല്ല വിപണി ഉണ്ടായിട്ടും നമുക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ലാഭകരമായിരുന്നു കഴിഞ്ഞ വർഷമല്ല, അതിന്റെ മുൻപത്തെ വർഷങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം ഓരോരുത്തർക്കും ഓരോ ലക്ഷം രൂപ വെച്ച് ലാഭം കിട്ടിയിരുന്നു. ഒരു വർഷം 1 ലക്ഷം രൂപ ഒരാളിന് ലാഭം കിട്ടിയ ഒരു ഇതാണ്. നിങ്ങളുടെ ബാക്കിലിരിക്കുന്ന ആ കുട്ടിയും ഇതിലുണ്ടായിരുന്നു അല്ലേ? അതെ. അതൊന്ന് കൊടുക്കൂ. ഞാൻ 1 വർഷമായിട്ട് ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓട്ടോ ഡ്രൈവറാണ്. അതെ. അപ്പൊ 2 കൂടി എങ്ങനെ കൊണ്ടുപോകും? അത്
ഇവിടെ വർക്കില്ലാത്ത സമയത്ത് ഓട്ടോയിൽ പോവും. അപ്പോൾ ഓട്ടോ അതുവരെ വെറുതെ ഇരിക്കും? ഇല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഓടും. പിന്നെ അവിടെ തിരക്കായതുകൊണ്ട് അവിടെ ചെയ്യാൻ പോവാറുണ്ട്. ഓ, എങ്ങനെയാണ് കുടുംബശ്രീയിൽ വന്നത്, അല്ലെങ്കിൽ എന്തിനാണ് വന്നത്? കുടുംബശ്രീയിൽ വന്നിട്ട് 8 വർഷത്തോളായി. പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷം. അത് മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു ട്രെയിനിങ് കിട്ടിയപ്പോൾ അങ്ങനെ പഠിച്ചെടുത്താണ്. ഇപ്പൊ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഓട്ടോ കിട്ടിയതും കുടുംബശ്രീ വഴിയാണോ? അല്ല, അത് സ്വന്തമായിട്ട്. ഇതിൽ വന്നതുകൊണ്ട് അപ്പൊ ഇതിൽ വല്ല വരുമാനമൊന്നും ഉണ്ടോ? അതെ, വരുമാനം. ഓട്ടോ ഇല്ലേ കൂടുതൽ ലാഭം? അങ്ങനല്ല, ഇത് പഠിച്ചെടുത്തൊരു തൊഴിലായത് ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നു. അപ്പൊ ഇഷ്ടമായതുകൊണ്ട് വരുമാനം ഇല്ലെങ്കിലും നമുക്ക് അവിടെ ജോലി ചെയ്യാം അല്ലേ? അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ് പറയുക? ആൾക്കാർ കേൾക്കുമ്പോൾ വിചാരിക്കില്ലേ, അയ്യോ ഈ കുട്ടി വരുമാനമൊന്നുമില്ല, പക്ഷെ ഇതാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ്? വരുമാനമുണ്ട്. പറഞ്ഞോളൂ, സത്യം പറഞ്ഞോളൂ, വരുമാനമുള്ളത് എല്ലാവരും കേൾക്കട്ടെ. ട്രേഡ് ഫെയറിനൊക്കെ പോകുമ്പോ മിനിമം 10,000 രൂപ കിട്ടാറുണ്ട്. ഒരു മാസം 10,000 രൂപ കിട്ടോ? അതെ. തുടർച്ചയായിട്ട് കിട്ടോ? ഇല്ല, ഒരു മാസം ട്രേഡ് ഫെയർ എപ്പോഴെങ്കിലൊക്കെ വരുന്നുള്ളൂ. പിന്നെ അങ്ങനെ കിട്ടാറു. വിജയകരമായി നടത്തുന്ന എത്ര സംരംഭങ്ങളുണ്ട്? ആടുഗ്രാമം പദ്ധതിയാണ് കൂടുതൽ എല്ലാം വിജയകരമായി പോകുന്നുണ്ട്. പശുക്കളും പിന്നെ ആട്, കോഴി ഫാം, പിന്നെ മുയൽ വളർത്തൽ, അങ്ങനത്തതാണ് മൈക്രോ സംരംഭങ്ങളായിട്ട് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അവിടെ ഫോറസ്റ്റ് ഏരിയയും എസ്റ്റേറ്റ് ഭാഗങ്ങളും ആയതുകൊണ്ട് കൂടുതലായിട്ട് അങ്ങനെയൊക്കെയാണ് സംരംഭങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മുദ്ര ഓഫ്സെറ്റ് കൂടെ കണ്ടിട്ട് ചർച്ച ഉണ്ട്. കരകൗശല കാഴ്ചകൾ കണ്ടല്ലോ. ഇനി മുപ്പൈനാട് CDS നടപ്പാക്കി വരുന്ന മുദ്ര ഓഫ്സെറ്റ് പ്രസിന്റെ ദൃശ്യങ്ങൾ കാണാം. വടുവൻചാലിലെ ഏക ഓഫ്സെറ്റ് പ്രസ്സാണ് മുദ്ര ഓഫ്സെറ്റ് പ്രസ്. 6 SC വനിതകൾ ചേർന്ന് 2009 പ്രസ് ആരംഭിച്ചത്. പല ഘട്ടങ്ങളിലായി 2 വനിതകൾ പിരിഞ്ഞുപോയപ്പോൾ യുവശ്രീയിൽ ഉൾപ്പെട്ട 2 യുവാക്കളെ ഉൾപ്പെടുത്തുകയും ഇപ്രകാരം 2013 മുതൽ 4 വനിതകളും 2 യുവാക്കളുമാണ് പ്രസിലെ അംഗങ്ങൾ. നോട്ടീസുകൾ, ഫ്ലക്സ് ഡിസൈനിംഗ്, ബ്രോഷർ, ക്ഷണക്കത്തുകൾ, വിസിറ്റിംഗ് കാർഡ്, ബുക്ക് ബൈൻഡിംഗ് തുടങ്ങി എല്ലാവിധ ജോലികളും മുദ്ര ചെയ്തു വരുന്നു. സംരംഭത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും കുടുംബശ്രീ പരിശീലനം നൽകി. ഓഫ്സെറ്റ് പ്രസ് പരിശീലനം, ഗ്രാഫിക് ഡിസൈൻ പരിശീലനം തുടങ്ങിയവ വിവിധ ഘട്ടങ്ങളിലായി നൽകി. 2009 5 ലക്ഷം രൂപ വായ്പയും 3 ലക്ഷം ഉപഭോക്തൃ വിഹിതവും ചേർത്ത് 8 ലക്ഷം രൂപ പദ്ധതിക്കായി ചെലവഴിച്ചു. ലോണിനത്തിൽ ഇനി 40,000 രൂപ മാത്രമേ ഇവർക്ക് അടയ്ക്കാൻ ബാക്കിയുള്ളൂ. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ജോലി സമയം. തിരക്കുള്ളപ്പോൾ ഓവർ ടൈം ചെയ്യും. ഇപ്രകാരം 4,000 രൂപയിൽ കുറയാത്ത വരുമാനം ഇവർക്ക് നേടാനാവുന്നു. മുദ്രയുടെ സെക്രട്ടറിയായ സുമതി വിവാഹത്തിന് മുമ്പാണ് സംരംഭത്തിൽ ചേർന്നത്. വിവാഹശേഷവും സുമതി സംരംഭത്തിൽ തുടരുന്നു. പല സ്ഥാപനങ്ങളിലായി 8 വർഷം ഒരു പൈസ പോലും ലഭിക്കാതെ ട്രെയിനിയായി ജോലി നോക്കിയിട്ടുണ്ട് സുമതി. എന്നാൽ ഇന്ന് സുമതി മുദ്ര ഓഫ്സെറ്റ് പ്രസിന്റെ ഉടമകളിൽ ഒരാളാണ്. ആദ്യമൊക്കെ നമുക്ക് ഒരു പേടിയായിരിക്കുമല്ലോ, അവിടെ പോയിട്ട് എന്ത് ചോദിക്കും, ഇവിടെ പോയിട്ട് നമ്മൾ എന്ത് പറയും, ഇതിനെക്കുറിച്ച് എന്ത് പറയും എന്നിട്ട് ഭയങ്കര പേടിയായിരുന്നു. അതിനൊക്കെ ഞങ്ങൾ CDS, ഞങ്ങളെ കതിജാത്ത ആണ് ഞങ്ങൾ CDS. അപ്പോൾ നല്ല രീതിക്ക് ഒരു പേടിയും പേടിക്കരുത്, ഇന്നടുത്ത് പോയിട്ട് ഇന്ന കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള ധൈര്യം തന്നു. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും നമ്മൾ സ്വയം ഒരു തൊഴിൽ ചെയ്യാൻ പോകാറിട്ട് ഞങ്ങളെ നന്നായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സംരംഭം നല്ല വിജയകരമായി ചെയ്യാൻ കഴിഞ്ഞു. മുദ്രയുടെ പ്രസിഡന്റായ ഷൈലയ്ക്കും മുദ്ര പ്രസ് തന്റെ ജീവിതം തന്നെയാണ്. മുദ്ര പ്രസ്സിലെ വരുമാനം കൊണ്ട് വയനാട്ടിലെ ഈ ഉൾപ്രദേശത്ത് ജീവിതം കരുപിടിപ്പിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഈ പ്രസ് ജീവനക്കാർ.
8 വർഷം ശമ്പളമില്ലാതെ ജോലി ചെയ്തു പല സ്ഥലങ്ങളിൽ. അതെന്തായിരുന്നു അങ്ങനെ? ഞങ്ങൾ 5 SC വനിതകൾ ചേർന്നിട്ടാണ് ഈ ഗ്രൂപ്പ് ആരംഭിച്ചത്. അതിൽ 3 ആള് ഞങ്ങളെ കൂടെ ജോലി ചെയ്ത ആളായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ പൈസയൊന്നും കിട്ടൂല. 300 രൂപ 400 രൂപ അങ്ങനെയൊക്കെ കിട്ടുള്ളായിരുന്നു. ഒരാഴ്ചയല്ല, ഒരു മാസത്തിൽ. അപ്പൊ അവരോട് പറയുമ്പോൾ പറയും വണ്ടിക്കൂലി മാത്രമേ ഉള്ളൂ, നിങ്ങൾ ട്രെയിനിങ്ങളല്ലേന്ന്. 8 വർഷം ട്രെയിനിങ് 8 വർഷം ട്രെയിനിങ് ആയിരുന്നു. ഞങ്ങൾ 5 ലക്ഷം രൂപ SBT ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. 3 ലക്ഷം രൂപ ഞങ്ങൾ എല്ലാവരുടെ കയ്യിൽ നിന്നും ഗുണഭോക്തൃ വിഹിതം എടുത്തു. അതിൽ ഇപ്പോൾ ലോൺ അടച്ച് എല്ലാ മാസവും ലോൺ അടയ്ക്കും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 40,000 രൂപ ബാക്കിയേ ഉള്ളൂ. എത്ര വർഷമായി? 9 വർഷമായി. 9 വർഷം. എത്ര കിട്ടും മാസം? ഇപ്പം ഞങ്ങൾക്ക് ലോൺ അടവുണ്ടായതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഒരു 4,000 രൂപ ഞങ്ങൾക്ക് 5 ആൾക്ക് എടുക്കാൻ കഴിയുന്നുള്ളൂ. ആഴ്ചയിൽ 6 ദിവസവും ജോലി ഉണ്ടോ? ഇല്ല, 5 ദിവസം മാത്രം. 5 ദിവസം. എത്ര മണിക്ക് വരും? രാവിലെ 10 മണിക്ക്. എന്നിട്ട് വൈകുന്നേരത്ത് 5 മണിക്ക് പോകും. 5 മണി വരെ. പിന്നെ ഗ്രാമസഭ നോട്ടീസ് എന്തെങ്കിലുമൊക്കെ അർജന്റ് ഉള്ള വർക്ക് ഉണ്ടാകുമ്പോ അതിന് പോകും. രാത്രി. അതാണ് സൗകര്യം അല്ലേ? നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഓർഡർ അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഓർഡറൊക്കെ പിടിക്കുന്നത് ആരാ? ഓർഡറൊക്കെ ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് വർക്ക് തരും. പിന്നെ ജില്ലാ മിഷന്ന് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്, നല്ല വർക്ക് തരും. പിന്നെ ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ധൈര്യം തന്നത് ഖദീജാത്തയാണ്. അവരുടെ കയ്യിൽ ഒരുപാട് ധൈര്യമുണ്ട്. അങ്ങനെയല്ല, ആദ്യം നമുക്ക് പറഞ്ഞാല് പിന്നെ എന്തെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റില്ല, ഒരു പേടിയല്ലേ. അതെ, ഇങ്ങനെ കൂട്ടത്തോടെ ആളിരിക്കുമ്പോ എന്ത് പോയി പറയും, എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയായിരുന്നു. അയൽക്കൂട്ടത്തിൽ വന്നിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ സംരംഭത്തിലേക്ക് വന്നത്? അയൽക്കൂട്ടത്തിൽ വന്നിട്ട് ഒരു വർഷം ആകുമ്പോ തന്നെ ഞങ്ങൾ ഈ സംരംഭം ആരംഭിച്ചു. അപ്പൊ ആ ഒരു വർഷത്തെ അയൽക്കൂട്ടത്തിലെ പ്രവർത്തനമാണോ ധൈര്യം ഉണ്ടാക്കിയത്? ഇപ്പോഴും ധൈര്യമില്ല? ധൈര്യമുണ്ട്. അപ്പൊ ഇതുമാതിരി കൂടുതൽ പ്രസ്സുകൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ടോ? മേപ്പാടി പഞ്ചായത്തിൽ നിന്നും അമ്പലയില് പഞ്ചായത്തിൽ നിന്നും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും എല്ലാ പിന്നെ ഓർഡർ ഇവർക്ക് കിട്ടുന്നുണ്ട്. പഞ്ചായത്തിന്റെ മൊത്തം ഓർഡർ ഉണ്ട്, CDSന്റെ മൊത്തം ഓർഡർ ഉണ്ട്, ജില്ലാ മിഷന്റെ മൊത്തം ഓർഡർ ഉണ്ട്. അതെല്ലാം അവർക്ക് വർക്ക് ചെയ്യാൻ സമയമില്ലാത്തതും കൊണ്ട് കൃത്യമായിട്ട് കിട്ടാത്ത കുഴപ്പമേ ഉള്ളൂ. കാരണം വർക്ക് ചെയ്ത് കൊടുക്കാനേ അവർക്ക് തുടങ്ങാമല്ലോ എന്നാണ്. ഒന്നുകിൽ ഒരെണ്ണം തുടങ്ങാം, ഇല്ലെങ്കിൽ ഇത് ഷിഫ്റ്റ് വെച്ച് ഒരു ഷിഫ്റ്റ് കൂടെ നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ട് 5 പേർക്ക് കൂടെ ജോലി കൊടുക്കാൻ ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കുറെ കൂടെ പരിചിതമായിട്ടുള്ള ഒരു കാര്യം ആട് ഗ്രാമം. വനമേഖലയായതിനാൽ കന്നുകാലി വളർത്തലിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് മൂപ്പൈനാട്. നമുക്കിവരുടെ ആട് ഗ്രാമത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. വയനാട് ജില്ലയിൽ ആദ്യമായി ആടുഗ്രാമം പദ്ധതി നടപ്പിലാക്കിയത് മുപ്പൈനാട് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ്. 2010-11 ആരംഭിച്ച പദ്ധതിയിൽ 9 ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 15 ഗ്രൂപ്പുകളിലായി 75 അംഗങ്ങൾ ആടുഗ്രാമം പദ്ധതിയിലുണ്ട്. ആദ്യഘട്ടത്തിൽ 9 ഗ്രൂപ്പിലെ 15 അംഗങ്ങൾക്ക് ആടുകളെ വിതരണം ചെയ്തു. പദ്ധതിയുടെ തുടക്കത്തിൽ അംഗങ്ങൾക്കെല്ലാം പരിശീലനം നൽകുകയുണ്ടായി. പൂക്കോട് വെറ്റിനറി കോളേജ്, പുത്തൻവയൽ, മുപ്പൈനാട് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ വച്ച് അംഗങ്ങൾക്ക് ട്രെയിനിംഗ് നൽകി. 2ാം ഘട്ടത്തിൽ 75 അംഗങ്ങൾക്ക് ആടുകളെ നൽകി. ഒരു തള്ള ആട്, 3 കുട്ടികൾ, ഒരു മുട്ടനാട് എന്നിങ്ങനെ 5 ആടുകളെ ഒരു വ്യക്തിക്ക് നൽകുന്നു. ആടുഗ്രാമം പദ്ധതിയിലെ ഗ്രൂപ്പുകൾക്ക് 1,42,000 രൂപ വായ്പയായി നൽകി. സബ്സിഡിയായി 70,000 രൂപയും നൽകി. ആടുഗ്രാമത്തെക്കുറിച്ച് അറിയുന്നതിനും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുകയും അതിന് പ്രകാരം മുമ്പോട്ടേക്ക് ഇനിയുള്ള ജീവിതം നയിക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. 1ാം വാർഡിലെ ജ്യോതിസ് ഗ്രൂപ്പിൽ 5 ST വനിതകളാണ് ഉള്ളത്. ലത, ജയന്തി, കെമ്പി, തങ്ക, കല്യാണി. എനിക്ക് ഇങ്ങനെ പണിയെടുത്തിട്ട് എൻ്റെ മരുമക്കളെ കാശയിൽ കൊണ്ടുവരാണെങ്കിൽ എനിക്കൊരു ഇതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പണിയെടുത്തോണ്ട് ഞാൻ വീട്ടിൽ തന്നെ എനിക്കൊരു വരുമാനം വേറെ ഒന്നുമില്ല. ഞാനങ്ങനെ ചുരുപ്പായി ആടിനെയും കൊണ്ട് നിൽക്കുക.
അപ്പം എന്തെങ്കിലും വരുമ്പോൾ ആടിനെയും കൊണ്ടുപോകണം, എനിക്കും ചിലവ് കഴിയണം, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആടുകൾക്ക് നിരന്തരം രോഗം ബാധിക്കുന്നതും ആടുകൾ ചത്തുപോകുന്നതും ഇവർ ഇപ്പോൾ നേരിടുന്ന പ്രശ്നമാണ്. പലർക്കും ആടുകളെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടും കൃത്യമായ ചികിത്സ ഇവർക്ക് ലഭിക്കുന്നില്ലെന്ന് ഇവർ സങ്കടപ്പെടുന്നു. തങ്ങൾ ആടുകളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയതല്ലാതെ ഇതുവരെ മൃഗഡോക്ടർ ഊര് സന്ദർശിച്ചില്ലെന്നും ഗ്രൂപ്പ് അംഗമായ ലത പരാതിപ്പെടുന്നു. ഏഴാം വാർഡിലെ ധനുശ്രീ ഗ്രൂപ്പിലെ ആടുകളാണിവ. ഇവരുടെ തൊഴിലും വരുമാന മാർഗവും ഇന്ന് ഈ ആടുകൾ മാത്രമാണ്. ആടുഗ്രാമം പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ വനിതകൾക്ക് തൊഴിലും വരുമാന മാർഗവും ഉറപ്പിച്ച് പദ്ധതി വിജയകരമാക്കുകയാണ് മുപ്പൈനാട് CDS. ആട് ഗുണഭോക്താക്കളിൽ ആരെങ്കിലും ഉണ്ടോ അവിടെ? പണിയ വിഭാഗത്തിൽപ്പെട്ട ST കുടുംബശ്രീയാണ്. അതിൽ 5 അംഗങ്ങൾ ചേർന്നാണ് ഞങ്ങൾ JLG രൂപീകരിച്ച് ജ്യോതിസ് എന്ന് പേരിട്ട് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പുത്തൂർ വയലിന് ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയിരുന്നു. 5 ദിവസത്തെ ട്രെയിനിങ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ അതുപോലെ തന്നെ കേരള വെറ്റിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ 2 ദിവസത്തെ പഞ്ചായത്തിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ട്. അതും പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ മേപ്പാടിയാണ് ഞങ്ങളുടെ കുടുംബശ്രീൻ്റെ ബാങ്ക് അക്കൗണ്ട് ചേർന്നിരിക്കുന്നത്. അവിടെ ഞങ്ങൾ അപേക്ഷ കൊടുത്ത് 1,50,000 രൂപ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ 20,000 പഞ്ചായത്തിൻ്റെ സബ്സിഡിയും 50,000 ജില്ലാ മിഷന്റെ സബ്സിഡി ആയിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് കിട്ടിയത് 1,46,668 രൂപ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ 860 രൂപ ഞങ്ങൾക്ക് ലോൺ ചെലവ്, ആടുകളുടെ ഇൻഷുറൻസ്, വണ്ടിക്കൂലി അങ്ങനെ വരുമ്പോൾ 860 രൂപ ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഒരാൾക്ക് 20,976 രൂപ വെച്ച് ഞങ്ങൾക്ക് വിഹിതം കിട്ടി. അതിൽ നിന്ന് ഞങ്ങൾ തൊഴുത്ത് ആട് കൂട് നിർമ്മാണത്തിന് ഉള്ള ഷീറ്റുകളും അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ, പിന്നെ അതിൽ നിന്ന് തന്നെ ഞങ്ങൾ ആടിനെ 5 ആടിനെ വെച്ച് വാങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർക്കും 5 ആട്. 5 ആട് വെച്ച്. അപ്പോൾ 25 ആട്. 25 23 പെണ്ണാടും 2 മുട്ടനാടും വെച്ചിട്ടാണ് ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ഇപ്പം 12 ആടിനെ ആട് ചന്ത പ്രകാരം 12 ആടിനെ കൊടുത്തു. അതിൽ 35,000 രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 6 മാസം കൂടുമ്പോൾ ആടിനെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? 6 മാസം ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിൽ ഒരു 7-8 മാസം കഴിയാണ്ട് കൊടുക്കാൻ പറ്റില്ല. ലത പറയൂ, പണിയാ വിഭാഗത്തു നിന്നല്ലേ, എങ്ങനെയാണ് നിങ്ങളുടെ ആൾക്കാർ ഇതില് ഈ കുടുംബശ്രീയിലൊക്കെ വരാനുണ്ടായത്? ഞങ്ങളുടെ പണിയ സമൂഹത്തില് പെട്ട ഞങ്ങളുടെ ഗ്രൂപ്പാണ് ആദ്യം 2003 ഷീലേച്ചിയൊക്കെയാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഒക്കെയാണ് ആദ്യം രൂപീകരിച്ചത്. അപ്പൊ ഷീലേച്ചിയൊക്കെ പറഞ്ഞു നമ്മുടെ ആദിവാസി വിഭാഗം അധികം കുടുംബശ്രീയിലേക്ക് വരുന്നില്ലല്ലോ, അപ്പൊ ഞങ്ങള് ഒരു 14 പേര് കൂടിയിട്ട് രൂപീകരിച്ചതാണ് അനാമിക കുടുംബശ്രീ. ഇപ്പോഴും 14 പേരുണ്ട്. ഇപ്പോഴും 14 പേരുണ്ട്. ഞങ്ങൾ 5 പേരോട് 25 ആട് വെച്ചാണ് തുടങ്ങിയത്. ഇപ്പൊ എല്ലാവർക്കും 15 ആടും 10 ആടും ഇതൊക്കെയായി. അതിലേക്ക് കുറെ ആടുകൾ ഞങ്ങൾ വിറ്റു. 1.5 വർഷം കൊണ്ട് ഞങ്ങളുടെ ലോണെല്ലാം അടച്ചു തീർത്തു. ഞങ്ങളുടെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് കാരണം രണ്ടാമത് ബാങ്ക് ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ജില്ലാ മിഷൻ 50,000 രൂപയും പഞ്ചായത്തിൽ നിന്ന് 20,000 രൂപയും സബ്സിഡി തന്നിട്ടുണ്ട്. അങ്ങനെ ലോൺ അടയ്ക്കുകയും നല്ല വരുമാനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആടുകളിൽ നിന്ന്. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും 15 ആടും 10 ആടും വീതം എല്ലാവർക്കും ഉണ്ട്. ആട് ചന്തയിൽ കൊണ്ടുപോയിട്ട് ആടുകളെയും വിറ്റിട്ട്, പിന്നെ അവിടുത്തെ വേറൊരു ബുദ്ധിമുട്ട് തന്നെ തമിഴ്നാടിൻ്റെ അതിരും പിന്നെ നിലമ്പൂർ ഫോറസ്റ്റിൻ്റെ നീലിമല മലയുള്ളത് കാരണം ഭയങ്കര അസുഖങ്ങളാണ്. ചുമ,
ഈ തണുപ്പൊക്കെ വരുമ്പം അങ്ങനെ കുറേ ആടുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടായി. എന്നാലും വെറ്റിനറിയിൽ നിന്നും ഞങ്ങൾക്ക് മരുന്നുകളും അവരുടെ സഹായങ്ങളും ഇഷ്ടംപോലെ ലഭിക്കുന്നത് കാരണം അതിനെയൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ നല്ല വിജയം. തണുപ്പുകൊണ്ടാണോ? ഭയങ്കര കോടയാണ് അവിടെ, മഞ്ഞ്. അതുകൊണ്ട് ആടുകൾക്ക് അവിടുത്തെ കാലാവസ്ഥ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുടുംബശ്രീയിലൊക്കെ വരാനുണ്ടായത്? കുടുംബശ്രീ ഞാൻ 2003 കുടുംബശ്രീയിൽ ചേർന്നതാണ്. അവിടെ വേറെ ഒരു വിമൻസ് വെൽഫെയർ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു അന്ന്. ആ സംഘടനയിലെ എല്ലാ വീട്ടിലെ എല്ലാ അംഗങ്ങളും പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതല്ല ശരിയായ രീതി, ഒരു കുടുംബശ്രീ ആണല്ലോ അതിൻ്റെ ശരിയായ രീതി എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് പേര് കൂടി അന്ന് 10 പേര് ചേർന്ന് ഒരു കുടുംബശ്രീ രൂപീകരിച്ചു 2003. ഇപ്പോൾ ഞങ്ങളത് 15 പേരുണ്ട്. എല്ലാവർക്കും കൃഷിയാണ് ഞങ്ങളുടെ ഭാഗങ്ങളിൽ കൂടുതലായിട്ടുള്ളത്. എനിക്ക് പശുവുണ്ട്, മുയലുണ്ട്, കോഴിയുണ്ട്, കൂടാതെ എനിക്കൊരു തയ്യൽ യൂണിറ്റും ഉണ്ട്. ലത, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആടുഗ്രാമവുമായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മളിപ്പം കെമ്പിയമ്മയെ കണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ പല ഭാഗങ്ങളിലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, വെറ്റില മുറുക്ക് വളരെ കൂടുതലാണല്ലേ? പുതിയ തലമുറയിൽ വെറ്റില മുറുക്ക് അത്രത്തോളം ഉണ്ടോ, അതോ പഴയ തലമുറയിൽ മാത്രമേ ഉള്ളൂ? നിങ്ങളുടെ പ്രായക്കാർക്കിടയിൽ? എന്റെ പ്രായക്കാർക്കിടയില് ലത മുറുക്കുവെന്ന് ചോദിക്കുന്നത്? ലത മുറുക്കത്തില്ല. ലതയെ പോലെയുള്ളവർ മുറുക്കുമോ? ലതയെ പോലെയുള്ള ചെറുപ്പക്കാർ മുറുക്കുമോ? അത്ര കുറവുമല്ല. ആദ്യത്തെ അത്ര എത്താറില്ല സാർ, കുറെ കുറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി കുടുംബശ്രീ ഞങ്ങളുടെ തന്നെ നെസ്റ്റ് അയൽക്കൂട്ടങ്ങൾ ഉണ്ട്. അപ്പൊ അവര് നമ്മൾ ADS വഴി വരുന്നവരോടും അല്ലെങ്കിൽ അവരെ അയൽക്കൂട്ടത്തിൽ നമ്മൾ പ്രതിനിധീകരിച്ച് പോകുമ്പോഴും ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി ആയിരിക്കും അവരോട് പറയുക. അവർ പല കാരണങ്ങൾ പറയും. എന്നാൽ പിന്നത്തെ പ്രാവശ്യം കാണുമ്പോൾ അതിനേക്കാളും മുറുക്കുന്ന തോത് കുറഞ്ഞിട്ടുള്ളതായി. പുകയില ഉപയോഗിച്ച് തന്നെയാണ് മുറുക്കുന്നത് അല്ലേ? പുകയിലയും ചുണ്ണാമ്പും എല്ലാം കൂടി ചേർത്തിട്ടില്ലേ ലത മുറുക്കുന്നത്? അതെ. കാരണം പറയുന്നത് എന്താ? വിശക്കുന്നത് കൊണ്ട്. അവർക്കൊരു ശീലമായി എന്ന് പറയുന്നത്. ഞങ്ങള് എന്റെ വീട്ടിലാണെങ്കിലും എന്റെ അമ്മേനെയാണെങ്കിലും അമ്മ മുറുക്കരുത്, പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ അസുഖങ്ങളൊക്കെ കൂടുതൽ, ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളൊക്കെ വരുന്നതല്ലേ. അതുകൊണ്ട് മുറുക്കരുത് എന്ന് പറയുമ്പോ അമ്മ എന്താ പറയുന്നതെന്നറിയോ? അമ്മയ്ക്ക് പല്ലുവേദനയാണ് എന്ന്. അപ്പൊ പിന്നെ നമുക്കൊന്നും പറയാൻ അങ്ങോട്ട് പറയാൻ പറ്റില്ല. അല്ല, അത് ശരിയാണല്ലേ. നമ്മളിപ്പോ ഇതിനകത്ത് പുകയില, പ്രത്യേകിച്ചും പുകയില ഉപയോഗിച്ച് മുറുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നിർത്തുമ്പോൾ ഉറക്കക്കുറവ് വരും, വലിയ മറ്റൊരു അസ്വസ്ഥതകളൊക്കെ വരും. അപ്പൊ അതിന് ചില ചികിത്സകളൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനം തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ തുടങ്ങിയവരുടെ കുറച്ച് കൊണ്ടുവരണം, നിർത്തണം എന്നുള്ളതും പ്രധാനമാണ്. അതിനേക്കാൾ പ്രധാനം ഇനി അത് ശീലം തുടങ്ങാതിരിക്കുക എന്നുള്ളത്. അല്ല, എന്നാലും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറവ് തന്നെയാണ്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്നത് കൊണ്ട്. കുടുംബശ്രീയുടെ നമ്മളുടെ യോഗങ്ങളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും നമുക്ക് അവിടെ ബാലസഭയുണ്ടോ ലതയുടെ? ബാലസഭയുണ്ട്. ബാലസഭയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ലത പോവാറുണ്ട്? ബാലസഭ ഉണ്ടായിരുന്നു, അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന കുഞ്ഞുങ്ങളെ അടുത്ത തലമുറ ST കുഞ്ഞുങ്ങളെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. 2 അയൽക്കൂട്ടം. ഒന്ന് ഞങ്ങളുടെ അനാമിക ഗ്രൂപ്പിന്റെ കീഴിലും പിന്നെ വേറെ ഒരെണ്ണം പകുതി ജനറൽ കുട്ടികളും പകുതി ST കുട്ടികളുമായിട്ട് അങ്ങനെ രൂപീകരിച്ചിട്ടുണ്ട്. അവരോടൊക്കെ അതിനെപ്പറ്റി ലതയുടെയും നിങ്ങളുടെ കൂട്ടുകാരുടെ അയൽക്കൂട്ടത്തിലെ കൂട്ടുകാരുടെയും ഈ ഒരു കുടുംബശ്രീ അംഗത്വം കണ്ടുകൊണ്ട് കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ സമുദായത്തിൽ നിന്നും കുടുംബശ്രീയിലേക്ക് വരുന്നുണ്ടോ? അതിനുള്ള താല്പര്യം കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നുണ്ട്. ഞാൻ ആനിമേറ്ററാണ്. വയനാട് ജില്ലത്തെ മൂപ്പനാട് പഞ്ചായത്തിൽ ഞങ്ങൾ 7 പേരുണ്ട്. അതിലൊരാളാണ്. അപ്പം ഞങ്ങളോട് കുടുംബശ്രീ ജില്ലാ മിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ അംഗങ്ങളെയും ചേർത്തണം എന്നുള്ള അത് അവരുടെ നിർദ്ദേശം. ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ സ്വയം ആകർഷിതമായിട്ട് പോകുന്നുണ്ടോന്നാണ്. കുടുംബശ്രീയിലേക്ക് വരുന്നുണ്ടോന്ന്? ഉണ്ട്. ജെൻഡർ കോർണറിന്റെ പ്രവർത്തനം വളരെ പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട്. മനുഷ്യക്കടത്തുണ്ട്. സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുന്നവർ തിരിച്ചു വരുന്നില്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനുഷ്യക്കടത്തിൻ്റെതായിട്ട് നമ്മൾ കോളനികളിൽ നിന്ന് കുറച്ച് പെൺകുട്ടികളെ ആൺകുട്ടികളൊക്കെ പണിക്ക് കൊണ്ടായിരുന്നു. അതിൽ കർണാടകയിലേക്ക്. അപ്പോൾ അതിലൊരു പെൺകുട്ടീനെ ഈ കൊണ്ടുപോയ ആള് തന്നെ ഗർഭിണിയാക്കിയിട്ട് ഇവിടെ കൊടുന്ന് ഉപേക്ഷിച്ചൊരു നില കണ്ടെത്തി. എന്നിട്ട് ആ കുട്ടി അത് പ്രസവിച്ചു. അയാള് നടപടിയെടുത്തു. അയാള് അല്ലാന്ന് പറഞ്ഞു. അയാളല്ല, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു.
ആ കുട്ടി എവിടെയൊക്കെ പണിക്ക് പോയെന്ന് എനിക്കറിയില്ല എന്നാണ്. പക്ഷെ ഞങ്ങൾ ഈ ജാഗ്രതാ സമിതിയും പിന്നെ കോർഡിനേഷൻ കമ്മിറ്റിയും പിന്നെ CDSും കൂടി എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് അയാളെ പിടിച്ച് ഇപ്പം ആ കുട്ടിയുടെ അച്ഛനും മാനസിക നിലയൊക്കെ തെറ്റി അവർ ആസ്പത്രിയിലായിരുന്നു. ഞങ്ങൾ ജനങ്ങളെല്ലാവരും കൂടി നല്ലൊരു സഹായം അവർക്ക് വേണ്ടി ചെയ്തു. എന്നിട്ട് ഇയാളെ പിടിച്ചു. ഇയാളെ കൊണ്ട് പിന്നെ എഗ്രിമെന്റ് വക്കീലടക്കമുള്ള ഒരു എഗ്രിമെന്റ് വെച്ച് ഈ കുട്ടിക്കും ഈ പെൺകുട്ടിക്കും 16 വയസ്സായ ഒരു കുട്ടിയാണ്. ആ കുട്ടിക്കുള്ള ചെലവിന് ഫുൾ ചെലവും ഈ കുട്ടിയുടെ പരിപൂർണ്ണ ഉത്തരവാദിത്വം അയാളെ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞിട്ട് നമ്മൾ എഗ്രിമെന്റ് ഒപ്പുവെച്ച് അപ്പം അയാളാണ് അവരെ സംരക്ഷിക്കുന്നത്. ചെയർപേഴ്സൺ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ അവിടുന്ന് പണിക്കായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അവരുടെ ഒരു ഇത് നിങ്ങളുടെ കയ്യിലുണ്ടോ, CDSനുണ്ടോ? കാരണം വയനാട്ടിൽ നിന്ന് ധാരാളം ആൾക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുന്നുണ്ട്, പലപ്പോഴും ഇതുപോലെ കാണാതാവുന്നുണ്ട്, അല്ലെങ്കിൽ അവരവിടെ ഭീകരമായ പീഡനങ്ങൾക്ക് ഇരയാവുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും. പക്ഷെ അതിനെക്കുറിച്ചുള്ള നമുക്ക് എന്തെങ്കിലും കണക്ക്, ഒരു മോണിറ്ററിംഗ് ഉണ്ടോ? ഇവരെവിടെയാണ് പോകുന്നത്, ഇവരവിടെ എന്ത് ജോലി ചെയ്യുന്നു, എന്ത് കൂലി കിട്ടുന്നു, എന്ത് സാഹചര്യത്തിൽ ജീവിക്കുന്നു, അവർ തിരിച്ചു വരുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? മാഡം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കേസ് ഞങ്ങൾക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കും നിർദ്ദേശം കൊടുത്തു. അന്യ സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ എണ്ണം നിങ്ങളൊന്ന് എടുത്തു വെക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് ഈ കേസ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ജെൻഡർ കോർണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചില കാര്യങ്ങളും കൂടിയാണ്. നമ്മുടെ അടുത്ത് വരുന്ന കേസുകൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതിനെ നിരീക്ഷിക്കുക, അതിനുള്ള ഒരു മാർഗങ്ങൾ ഉണ്ടാക്കുക, അവരെ സംരക്ഷിക്കുക, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയാണ് ജെൻഡർ കോർണർ ഉണ്ടാക്കിയത് ഇത്തരം കാര്യങ്ങൾ. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ചികിത്സാ ധനസഹായ പദ്ധതി ഞങ്ങളെ പഞ്ചായത്തിൽ ഞങ്ങൾ 2001 കുടുംബശ്രീ രൂപീകരിച്ചപ്പോഴേ ഞങ്ങൾ തുടങ്ങിയൊരു പദ്ധതിയാണത്. 2001 ചികിത്സാ ധനസഹായ പദ്ധതി. അതായത് നമ്മളെ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ആ കുടുംബങ്ങളിൽ ആർക്ക് എന്തെങ്കിലും ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗം അല്ലെങ്കിൽ പെട്ടെന്ന് ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുടുംബനാഥനായിരിക്കും അല്ലെങ്കിൽ കുടുംബനാഥക്കായിരിക്കും. അങ്ങനെ വരുന്ന അവസരത്തിൽ ഞങ്ങൾ കുടുംബശ്രീ രൂപീകരിച്ച അന്ന് മുതൽ തന്നെ 5 രൂപ തോതിൽ ഒരംഗത്തിന്റെ കയ്യിൽ നിന്നും 5 രൂപ തോതിൽ ഞങ്ങൾ പൈസ സ്വരൂപിക്കുന്നുണ്ട്. ആ പൈസ ഈ 16 മാസത്തില് സ്വരൂപിച്ച് അതായത് ഈ 16 വാർഡിലെ CDSന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അത് CDSലേക്ക് എല്ലാ മാസവും 2ാം തീയതി CDSന്റെ PRMന് വരുമ്പോൾ അവരത് CDSലേക്ക് കൊണ്ടുവരും. CDS അത് നമ്മളെ മെമ്പർ സെക്രട്ടറി CDSന്റെ ജോയിന്റ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. എന്ന് ഞങ്ങൾ എന്നിട്ട് ഓരോ ആഴ്ച, അതായത് ഇങ്ങനെ അസുഖമായി കിടക്കുന്ന അവരുടെ അപേക്ഷകൾ ഓരോ വാർഡിൽ നിന്നും ചിലപ്പോൾ ചില മാസം 4-5 അപേക്ഷകൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഓരോ രോഗങ്ങൾ അത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷകൾ. അപ്പം ഞങ്ങൾ ഈ പൈസ എത്രയുണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് ആ പൈസ അതിൽ നിന്നും ഓരോരുത്തർക്ക് ഇത്ര രൂപ വെച്ചിട്ട് ഞങ്ങൾ അവർക്ക് ചികിത്സാ ധനസഹായമായിട്ട് കൊടുക്കും. അപ്പൊ ഈ ചികിത്സാ സഹായം ഞങ്ങൾ ധനസഹായമായി ഞങ്ങൾ പിരിക്കുന്ന ഈ പൈസയിൽ നിന്നും പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്ക് 2009-10 വർഷത്തിലാണ് ഞങ്ങൾ പഞ്ചായത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രൂപീകരിച്ചത്. അതിൽ നിന്ന് എല്ലാ മാസവും 2000 രൂപ വെച്ചിട്ട് ഞങ്ങൾ പാലിയേറ്റീവിലേക്ക് ഈ തുകയിൽ നിന്ന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പാലിയേറ്റീവിന്റെ അതുമായി ബന്ധപ്പെട്ട് എല്ലാ മാസവും പഞ്ചായത്തില് പാലിയേറ്റീവിന്റെ ഒരു ഹോം കെയർ ഉണ്ട്. ആ ഹോം കെയറിൽ വരുന്ന രോഗികൾക്ക് കുടുംബശ്രീ യൂണിറ്റാണ് ഭക്ഷണം കൊടുക്കുന്നത്. വൈസ് പ്രസിഡന്റ്, കുടുംബശ്രീയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പൊതുരംഗത്തേക്ക് വരുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. വീട്ടില് ഇതിന്റെ പൊതുരംഗത്ത് പ്രവർത്തിച്ച വല്ല പാരമ്പര്യമുണ്ടോ? ഇല്ല. ഇല്ല. ഞാനൊക്കെ യാഥാസ്ഥിക കുടുംബത്തിൽ വന്ന ഒരു കുട്ടിയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് അവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കുടുംബശ്രീ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുന്നതും അവിടെ അടുത്തുള്ള യൂണിറ്റ് ഇപ്പോൾ 2002 ഞാൻ കുടുംബശ്രീയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുകയും അന്ന് തന്നെ അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ കുടുംബശ്രീ അംഗമായിട്ട് പ്രവർത്തിച്ചു വന്നത്. അയൽക്കൂട്ട സെക്രട്ടറി ആയി വരികയും പിന്നെ 2005 തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ഒരു വാർഡിന്റെ പ്രതിനിധിയായി. ഇങ്ങനെ സംസാരിക്കാനും ഒന്നും അറിയില്ലായിരുന്നു. അല്ല, അന്ന് ഇങ്ങനെ ഒരു 2 ആള് കൂടുന്നിടത്ത് എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ കുടുംബശ്രീയിൽ എല്ലാവരും ഇങ്ങനെയാ പറയുന്നത്. ഞങ്ങൾ കുടുംബശ്രീ വരുന്നതിന് മുമ്പ് സംസാരിക്കാറേ ഇല്ലായിരുന്നു. അതൊക്കെ സംസാരശേഷി വന്നത് മുഴുവൻ കുടുംബശ്രീയിൽ വന്നിട്ടാണ്. അതാവാം സാറേ.
എന്താ വെച്ചാൽ നമ്മൾ വേറെ ഒന്നും അറിയുന്നില്ലല്ലോ, വീട്ടിലെ കാര്യങ്ങൾ മാത്രം. വീട്ടിലെ കാര്യങ്ങള് പിന്നെ എന്താ ഏതാന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരു ഒതുങ്ങിക്കൂടിയ ഒരു അവസ്ഥ. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു. രണ്ടാം ഘട്ടം 121 ഗുണഭോക്താക്കളുണ്ട്. പിന്നെ ST 89. അവർക്ക് മാസത്തില് പിന്നെ ഭക്ഷണം അവർ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു, കിറ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പുതപ്പ് എടുത്തു, മെഡിക്കൽ ക്യാമ്പ് നടത്തി. അവർക്ക് മരുന്നുകളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. കിടപ്പ് രോഗികളുണ്ട്. പ്രോജക്റ്റുമായിട്ട് ചേർന്നിട്ട് അവര് പ്രവർത്തിക്കുന്നു. ഞാൻ പിന്നെ CDSന്റെ എക്സിക്യൂട്ടീവ് അംഗമാണ്. പിന്നെ ബാലസഭേന്റെ RP ആണ്. ബാലസഭയുടെ കാര്യം അല്ലേ? ബാലസഭേന്റെ RP ആണ്. പിന്നെ ഞങ്ങൾ 2002 ബാലസഭകളൊക്കെ രൂപീകരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ബാലസഭയിൽ ആദ്യം ബാലസഭയിൽ 65 ബാലസഭ രൂപീകരിച്ചു. അതിൽ പിന്നെ 720 അംഗങ്ങൾ ഉണ്ട്. പിന്നെ 6 ST ബാലസഭയുണ്ട്. ബാലസഭയുടെ കുട്ടികളുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വാർഡിൽ ബാലസഭ രൂപീകരിച്ചത്. അന്ന് മുതൽ ബാലസഭയിലുണ്ട്. ബാലസഭ മുഖേന ഒരുപാട് വേദികളിൽ ഞങ്ങൾക്ക് വന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിലിരുന്ന് ഇങ്ങനെ പറയാൻ പറ്റുന്നത് തന്നെ ബാലസഭയിലൂടെയാണ്. രണ്ടുപേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഒരു ഭയമായിരുന്നു. ഇന്നതില്ല. എല്ലാവരും ഒരേ വാദമാണ് പറയുന്നത്. അപ്പോ ഇന്ന് രണ്ടുപേരും ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് എങ്ങനെ സംസാരിക്കണം, ഒരു ഉള്ളിൽ ഭയമില്ലാതെ അവരോട് സംസാരിക്കാൻ പറ്റിയത് ആ ബാലസഭയിലൂടെയാണ്. കലാപരിപാടികളൊക്കെ ഉണ്ടോ? ആ കലാപരിപാടികളുണ്ട്. ഞങ്ങള് കുടുംബശ്രീന്റെ ഫുഡ് ഫെസ്റ്റിവൽ എറണാകുളത്ത് വെച്ച് നടന്നതിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോയോ? ഫുഡ് കഴിക്കാനായല്ല, ഞങ്ങളവിടെ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പോയത്. എന്ത് പരിപാടി? ഞങ്ങളവിടെ വയനാട് ജില്ലയുടെ രംഗപൂജയാണ് അവതരിപ്പിച്ചത്. അടുത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ. ഞങ്ങൾ ബാലസഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ട് ഒരു പദ്ധതിയാണ് ക്യാഷ് കൊടുക്ക പദ്ധതി. ഓരോ ബാലസഭാ അംഗത്തിന്റെ വീട്ടിൽ ക്യാഷ് കൊടുക്കുക, അതായത് കുറ്റി കൊടുക്ക വെക്കുകയും അവർക്ക് ഇഷ്ടമുള്ള നിക്ഷേപം 1 രൂപ 2 രൂപയായാലും അതിലേക്ക് നിക്ഷേപിക്കുകയും അത് അവരുടെ സർഗാത്മകമായ കഴിവുകൾ, പെയിന്റിങ്, ഫാബ്രിക് പെയിന്റ്, കലാകായികപരമായ കഴിവുകൾ അങ്ങനെ ഇവയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. ഓരോ മാസവും 2-3 മാസം കൂടുമ്പോഴേക്കും ഈ പൈസ സ്വരൂപിച്ച് ഈ മെറ്റീരിയൽസ് വാങ്ങാനുള്ള കോട്ടൺ, പെയിന്റ് അങ്ങനെ മെറ്റീരിയൽസ് വാങ്ങാനുള്ള പൈസ കളക്ട് ചെയ്യുകയും ചെയ്യും. ഇതുപോലെ തന്നെ കലാ പരിപാടികൾക്കും ഈ പൈസ, ഡ്രസ്സൊക്കെ വാടകയ്ക്ക് എടുക്കാൻ ഈ പൈസ ഉപയോഗിക്കും. ഇതിലൂടെ കേരളോത്സവത്തിൽ ഞങ്ങൾ സ്റ്റേറ്റ് വരെ സെക്കൻഡ് വരെ സ്റ്റേറ്റില് സംഘനൃത്തത്തിന് സെക്കൻഡ് അവാർഡ് ലഭിച്ചിരുന്നു. കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഇവിടെ പൊതുവായിട്ട് എല്ലാവരും പറഞ്ഞു ഞാൻ വർത്തമാനം പറയാനും പൊതുസമൂഹത്തിൽ വർത്തമാനിക്കാൻ തുടങ്ങിയത് ഈ കുടുംബശ്രീ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് എന്ന് ഒരു പൊതു വർത്തമാനം ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടല്ലോ. ഈ കുടുംബശ്രീ സംരംഭത്തിൽ ഏർപ്പെട്ടതിന് ശേഷവും അതിനു മുൻപും ഉണ്ടായിരുന്ന നമ്മുടെ സാമൂഹിക ബോധതലത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക ഇടപെടലുകളിലെ അനുഭവങ്ങൾ നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? ആ വിലയിരുത്തലിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയും കോട്ടങ്ങളെപ്പറ്റിയും നിങ്ങൾ പരസ്പരം വർത്തമാനിക്കുകയോ അതൊരു ഇവാലുവേഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് പോരാറുണ്ടോ എന്നുള്ളൊരു. ഞങ്ങൾ പ്രദേശത്ത് സാമൂഹ്യ പ്രവർത്തനത്തിൽ എല്ലാ ഭാഗങ്ങളിലും പങ്കെടുക്കാറുണ്ട്. അവിടെ കൂടുതൽ ST മേഖലയാണ്, മദ്യപാനം കൂടുതലാണ്. അപ്പോൾ ചില വീടുകളിൽ മദ്യം വിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബശ്രീയിൽ പെണ്ണുങ്ങളൊക്കെ ചർച്ച ചെയ്ത് 2-3 വീടുകളിൽ അങ്ങനെ ഉണ്ടായി. ST മേഖല ആയതുകൊണ്ട് എപ്പോഴും വഴക്കും, എല്ലാവരും കള്ളു കുടിച്ചിട്ട് ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ മാത്രമേ വഴക്കുള്ളൂ? അല്ല, അവിടെ കൂടുതലാണ്. അവിടെ എപ്പോഴും പെണ്ണുങ്ങളും മദ്യപിക്കും. അപ്പൊ ഈ പെൺകുട്ടികളൊക്കെ ഓടി വന്നിട്ട് നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ട് അവർ പേടിച്ചിട്ട് ആണുങ്ങൾ അടിക്കാൻ പോകുമ്പോഴേ പെൺകുട്ടികളൊക്കെ അടുത്ത് വന്ന് പേടിച്ച് വന്ന് ഒളിഞ്ഞിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വന്ന് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളൊക്കെ കുടുംബശ്രീ പ്രവർത്തകരല്ലേ, ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അന്നത്തെ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ കൂടി
എല്ലാവരും പേരെഴുതി ഇങ്ങനെ ഒരു പരാതിയായിട്ട് ഞങ്ങൾ പോലീസിന് പരാതി കൊടുത്തു. പെട്ടെന്ന് ഒരു ദിവസം വന്ന് പോലീസ് അവരെ പിടിച്ചു കൊണ്ടുപോയി, വിൽക്കുന്ന ആളെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിട്ടു. അതുകൊണ്ട് ഇപ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് മദ്യം വിൽക്കാനൊക്കെ ഒരു പേടിയാണ്. പ്രത്യേകിച്ചും പറയും കുടുംബശ്രീക്കാരുള്ള അതിൽ വാങ്ങിക്കൊണ്ടുപോകാൻ തന്നെ പേടിയാണ്. അങ്ങനെ ഒരു സാമൂഹികമായിട്ട് പ്രവർത്തനത്തിൽ കുടുംബശ്രീ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പിന്നെ ഹരിത സമൃദ്ധി എന്ന് പറയുന്ന ഒരു സംരംഭത്തെക്കുറിച്ച് ഇതിൽ ഞാനത് കണ്ടു. പക്ഷേ ഹരിത സമൃദ്ധിയെപ്പറ്റി കാര്യമായ ഒരു പരാമർശം ഒരു ഉണ്ടായില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഹരിത സമൃദ്ധി പിന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അപ്പം നമുക്ക് അതുവഴി ഗ്രോ ബാഗുകളാണ് ഇറക്കി തന്നത്. ചെടികൾ വളർത്താനുള്ള ഗ്രോ ബാഗും പിന്നെ തൈകളും അത് കൊണ്ടുപോയിട്ട് കുടുംബശ്രീ JLG വഴി നമ്മൾ ഓരോ വീടുകളിലും ഈ ഗ്രോ ബാഗിൽ നടുകയും നല്ലൊരു വിളവ് തന്നെ ലഭിച്ചിട്ടുമുണ്ട്. കൃഷി മേഖല കുറവാണെങ്കിൽ 82 ഏക്കറോളം JLG കൃഷി ചെയ്തു വരുന്നുണ്ട്. വാഴ, കപ്പ, ഇഞ്ചി, ചേന അങ്ങനെ പല പല ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ 85 ലക്ഷം രൂപയോളം ഇപ്രാവശ്യം ലോൺ എടുത്തിട്ടുണ്ട് കാനറ ബാങ്കിൽ നിന്നും. ലോൺ 4% പിന്നെ സബ്സിഡിക്കാണ് ലോൺ എടുത്ത് കൊടുത്തേക്കുന്നത് അംഗങ്ങൾക്ക്. നല്ല രീതിയിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട്. 100 ദിവസത്തെ പണിയ ശതദിനം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. എന്താണ് പണിയ ശതദിനം? പഞ്ചായത്തിൽ 3 കോളനികൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് 100 ദിവസം ഭക്ഷണം വെച്ചിട്ട് അവരെ വീടുകളിൽ എത്തിക്കുന്നൊരു സംവിധാനം. ഭക്ഷണം വെച്ചിട്ട് പോഷകാഹാരങ്ങൾ. എനിക്ക് വയനാടുകാരോട് ഭയങ്കര അസൂയാണ്. കാരണം ഞങ്ങളൊക്കെ വല്ലപ്പോഴും ഒരു എക്സ്കർഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. നിങ്ങളല്ലേ ഇത്രയും മനോഹരമായ സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്നവർ. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കുറച്ച് അസൂയുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ തൽക്കാലം മാർക്കൊക്കെ പറഞ്ഞേക്കാം. വേണോ? വേണം. അപ്പോൾ നമുക്ക് കണ്ണമാഷോട് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര മാർക്കാണ് മാഷ് തരുന്നതെന്ന്. നിങ്ങൾ 2-3 പേര് എടുത്തെടുത്ത് പറഞ്ഞു. കാരണം പഞ്ചായത്ത് വലിയ പഞ്ചായത്താണെങ്കിലും കൃഷിയിടങ്ങൾ കുറവാണ്, തോട്ടങ്ങളാണ് കൂടുതൽ, പഞ്ചായത്തിന് വരുമാനവും കുറവാണ് എന്നൊക്കെ. എങ്കിലും കുറേയൊക്കെ വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സാമൂഹ്യരംഗത്ത്, ആരോഗ്യരംഗത്ത് പാലിയേറ്റീവ് കെയർ, NRHM പോഷക പദ്ധതി നടപ്പിലാക്കുന്നത്, ആശ്രയ പദ്ധതി, പിന്നെ സുരക്ഷയെക്കുറിച്ചുള്ള നിങ്ങൾ തന്നെ നൂതനമായിട്ട് ചെയ്യുന്ന ചികിത്സാ ധനസഹായം നല്ലൊരു പദ്ധതിയായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും ഗവൺമെൻറ്റിൽ സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതും കൂടെ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ആരോഗ്യ സുരക്ഷാ പരിപാടി മാതിരിയുള്ള എല്ലാവർക്കുമുള്ള ഇൻഷുറൻസ് കാർഡുണ്ട്. അത് അർഹതപ്പെട്ട എല്ലാവർക്കും, നമ്മളെല്ലാവരും അർഹതപ്പെട്ടവരാണ്, അത് കിട്ടുന്നെന്നുള്ളത് ശ്രദ്ധിക്കാനുള്ളത്. എനിക്ക് ആകർഷകമായിട്ടും വളരെ പ്രധാനമായിട്ടും തോന്നിയത് നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ അവരുടെയൊക്കെ സമുദായത്തിൽ നിന്ന് ആദ്യകാലത്ത് ഇത് തുടങ്ങുന്ന സമയത്ത് വരുന്ന ആൾക്കാരുടെ സംഖ്യ കുറവായിരുന്നു. എന്നാൽ അതിനൊരു പ്രധാന മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നേരത്തെ വന്ന ഒരാളെന്ന നിലയ്ക്ക് അതിനൊരു ഉദാഹരണമായിട്ട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും നിങ്ങളും ഒക്കെ അതിൻ്റെ ഒരു നല്ല ഉദാഹരണങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാരെ ഇതുമാതിരിയുള്ള സാമൂഹ്യ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട്. പിന്നെ പലർക്കും സംസാരശേഷി കിട്ടി എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ഏറ്റവും മഹത്തായ ഒരു കാര്യം. പൊതുരംഗത്ത് നിന്ന് അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ? പൊതുരംഗത്ത് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും വിശദീകരിക്കാനും ഒക്കെയുള്ള ഒരു പ്രാപ്തി, വ്യക്തിപരമായും കൂട്ടായും ഉള്ള പ്രാപ്തി, സാമൂഹ്യപരമായിട്ട് പല പ്രശ്നങ്ങളെയും നേരിടാനുള്ളൊരു പ്രാപ്തി, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് ഇനിയും നന്നായിട്ട് പുരോഗമിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു. എൻ്റെ മാർക്ക് 25-ൽ 17. മിനിമാമിനോട് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിക്കുന്നത്? വയനാട് CDSന് മറ്റു പലർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൊതുവെ ബാക്കി എല്ലാവരും പഞ്ചായത്തുണ്ടായി, പഞ്ചായത്ത് വലിയ തോതിൽ ഒരു സ്ഥാപനമായി മാറിയതിന് ശേഷം പിന്നെ CDS ഉണ്ടാകുന്നു എന്നുള്ളത്. നിങ്ങൾ അങ്ങനെയല്ല, പഞ്ചായത്ത് CDSും അടുത്തടുത്ത വർഷങ്ങളിലാണ് ഉണ്ടായത് അല്ലേ? 2000-ൽ പഞ്ചായത്തുണ്ടായി, 2001-ൽ CDS ഉണ്ടായി എന്ന് പറഞ്ഞാൽ
അന്യോന്യം സഹായിച്ചുകൊണ്ട് ഒരുമിച്ചാണ് നിങ്ങളവിടെയുള്ള സാമൂഹ്യ വികസനവും പ്രാദേശിക വികസനവും ആസൂത്രണവും ഭരണനിർവഹണവും എല്ലാം ചെയ്തത്. ഒരുമിച്ച് തന്നെയാണ്. അത് ഒരു വലിയൊരു അനുഭവമാണ്. കാരണം ഇത് രണ്ടും ഒരുമിച്ചുണ്ടാവുന്നതോടുകൂടി CDSഉം കുടുംബശ്രീ പ്രവർത്തകരും പ്രാദേശിക വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണികളായി മാറി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഖദീജ ചെയ്തത് അവിടുത്തെ മൊത്തത്തിലുള്ള വികസനത്തിനുള്ള വലിയൊരു സംഭാവനയാണ് ചെയ്തത്. കുടുംബശ്രീയും അതാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ അനുഭവത്തെ നിങ്ങൾ നന്നായി തന്നെ എടുക്കുകയും നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പൊതുവിലുള്ള ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. കാരണം ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികളും നിങ്ങളുടെ മുന്നിലുണ്ട് അല്ലേ? അവിടെയുള്ള പൊതുവിലുള്ള പിന്നോക്കാവസ്ഥ, ദാരിദ്ര്യം, അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളൊരു പ്രശ്നം, അങ്ങനെയൊക്കെ ഉള്ള കുറേയധികം പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള ഈ ക്ലേശകരമായ യാത്രയിൽ ഇതുവരെയുള്ള ഈ പഞ്ചായത്തും CDSുമായിട്ടുള്ള ബന്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ഇടപെടാനുള്ള പുതിയ ഇടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് കഴിയും എന്ന് കരുതുന്നു. മുപ്പൈനാട് CDSന് ഞാൻ നൽകുന്നത് 25-ൽ 17 മാർക്ക്. 25-ൽ 17. നമുക്കിനി ഇന്ദു മാമിനോട് ചോദിക്കാം. ലതയുടെ ചിരിയും പ്രവർത്തനവും സംസാരവും ആത്മവിശ്വാസവും ഒരുപാട് പ്രതീക്ഷകൾ ഉയർത്തുന്നുണ്ട്. ഖദീജത്തയുടെ ഒരു ആത്മാർത്ഥതയും ധൈര്യവും നേതൃത്വവും കൂടി ഒത്തുചേരുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ സ്ഥാനം പിടിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചയും വികാസവും മുപ്പൈനാടിനെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാ ആശംസകളും. 25-ൽ 17 മാർക്ക്. 25-ൽ 17. നമുക്ക് 15-ൽ എത്ര മാർക്കാണ് തരുന്നതെന്ന് എലിയാമ്മ മാമിനോട് ചോദിക്കാം. 15-ൽ 12 മാർക്ക്. 15-ൽ 12. 10-ൽ എത്ര മാർക്കാണ് കുട്ടപ്പൻ സർ നിങ്ങൾക്ക് തരുന്നതെന്ന് ചോദിക്കാം. ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? 8 മാർക്ക്. 8 മാർക്ക്. 10-ൽ 8 മാർക്ക്. വെല്ലുവിളികളെ തരണം ചെയ്ത് ഇനിയും മുന്നോട്ട് പോകാൻ മുപ്പൈനാടിന് കഴിയട്ടെ. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് 100-ൽ 71. അനീതികളോട് കലഹിക്കുകയും പല രീതിയിൽ ചരിത്രത്തോട് സംവദിക്കുകയും ചെയ്ത ജനതയാണ് വയനാട്ടിലേത്. മരിച്ചു വീഴും വരെ സ്വന്തം ജനതയ്ക്കായി നിലകൊണ്ട രാജാക്കന്മാരുടെ നാട്. ചുരത്തിനു മുകളിൽ മഞ്ഞു മാത്രമല്ല, സ്വന്തം നാടിന്റെ പുരോഗതിക്കായി യത്നിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുമുണ്ട്. ചുരമിറങ്ങി ഈ വേദിയിലെത്തി ഇവർ നമ്മോട് പറഞ്ഞത് ചുരത്തിനു മുകളിലെ നല്ല വാർത്തകളാണ്. നല്ല വാർത്തകൾക്കായി കാത്തിരിക്കുക. വീണ്ടും കാണാം മറ്റൊരു അധ്യായത്തിലൂടെ. നന്ദി, നമസ്കാരം. ഓടക്കുഴൽ വിളി ഒഴുകിയൊഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ. ഓടക്കുഴൽ വിളി ഒഴുകിയൊഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ. ലജ്ജാവിവശേ നിന്മനം കലങ്ങാൻ ഒളി കണ്ണിലൂടെ കപടഭാവത്തോടെ താരാട്ടുപാടി ഓരോ പൂവിലും തേൻ വണ്ടായി മധു തേടി. അവൻ തേൻ വണ്ടായി മധു തേടി. കണ്ടോ രാമാ നീ നല്ലൊരു മാനിനെ, വേണം രാമായി മാനെ പിടിച്ചു തരൂ, അതു വേണം വേണമെന്ന്. ആ മാനിനെ പൊന്മാനിനെ. രാജഹംസമേ മഴവിൽ